എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എൻ്റെ ഗുരുവാണ് പത്മനാഭൻ സാർ. നമുക്ക് ഭയങ്കര സുന്ദരനായ ഒരു മനുഷ്യനാണ്. അപ്പോൾ എനിക്കൊരു സാധാരണ ഒരു കുട്ടനാട്ടുകാരനാക്കുക എന്ന് പറയുമ്പം നമുക്കായ ഞാൻ ഫോട്ടോഷോപ്പിൽ താടി വെച്ച് നോക്കി, മുടി നീട്ടി നോക്കി, അങ്ങനെ പല രൂപങ്ങളിൽ നോക്കി. ഞാൻ 10-15 വർഷമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല ഒരു നിമിഷം പോലും നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് പെട്ടുപോയല്ലോ, ഒഴിവാക്കണമല്ലായിരുന്നല്ലോ എന്ന് തോന്നിയിട്ടില്ല. എൻ്റെ പവറിനെ കുറിച്ച് എനിക്കറിയാം. ഞാൻ സൈലൻ്റാണ്, പക്ഷേ എനിക്ക് അത്ര വലിയ ഒരു ഇതിനെ ഞാൻ എൻ്റെ കമാൻഡിങ്ങിനെ കുറിച്ച് എനിക്കറിയാം. അപ്പം തന്നെ എനിക്ക് യുദ്ധമാണ് സിനിമ, ബാറ്റിലാണ്. ഹായ് സാർ, വെൽക്കം ടു കമ്പാനിയൻ സൗത്ത്. സാർ, ആദ്യം തന്നെ എനിക്ക് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പണ്ടൊരു ഇൻ്റർവ്യൂവിൽ സാർ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. സാറിൻ്റെ തന്മാത്ര കണ്ടു കഴിഞ്ഞിട്ട് ആ സിനിമയിൽ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും തന്മാത്ര കണ്ടിട്ട് ഒരു കൊടി നിർത്തിയ ഒരാളെ പറ്റി സാർ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനത്തേക്ക് ഒരു എഫക്റ്റ് സാറിൻ്റെ സിനിമ, ഞങ്ങൾക്ക് പലവർക്കും സാറിൻ്റെ സിനിമ കാണുമ്പോൾ അത് എൻ്റർടൈൻമെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ അപ്പം കണ്ടിട്ട് മറക്കേണ്ട രീതിയിലേ അല്ലല്ലോ. അപ്പോൾ അത്രയും ഇമ്പാക്റ്റുള്ള രീതിയിൽ ഒരു സിനിമ സാർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സാറിൻ്റെ മനസ്സിൽ വരുന്ന തോട്ട്സ്? ഒരു സിനിമ എന്നുള്ളത് വെറും ഒരു എൻ്റർടൈനർ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ആ സിനിമ ഒരുപാട് നമ്മളോട് സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു കലാരൂപത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആർട്ട് ഫോം എന്നുള്ള രീതിയിൽ കാലങ്ങൾ കഴിഞ്ഞാലും ഓർക്കുക. അല്ലെങ്കിൽ ഞാൻ തന്മാത്ര എന്ന സിനിമയിൽ മദ്യപാനത്തിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല, മദ്യപിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളത് 3 തലമുറയുടെ ഒരു ബന്ധമാണ്. അപ്പം 3 തലമുറയിൽ അച്ഛനും മകനും അയാളുടെ മകനും ഒക്കെ പറയുന്ന ഒരു ബന്ധത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ജീവിതത്തിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ എന്താണ് ജീവിതം, ജീവിതത്തിൻ്റെ സൗന്ദര്യം എന്താണെന്ന് ഈ മദ്യപിച്ച് നടക്കുന്ന ആൾക്ക് എവിടെയോ തോന്നി. ഞാൻ എൻ്റെ അച്ഛനെ എൻ്റെ കാലിൽ കുഴമ്പ് പുരട്ടി കൊടുത്തിട്ടില്ലല്ലോ, അച്ഛനെ ഞാൻ ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുത്തിട്ടില്ലല്ലോ, അച്ഛനെ ഞാൻ സംരക്ഷിച്ചിട്ടില്ലല്ലോ, എൻ്റെ മകൻ്റെ പഠിത്തത്തിന് വേണ്ടി ഞാൻ അവനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്ന തിരിച്ചറിവുകൾ ജീവിതത്തിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അതാണ് ഒരു കലാരൂപത്തിനെ സംബന്ധിച്ചിടത്തോളം ഏത് വലിയ പ്രസംഗത്തിനെക്കാട്ടും ഏത് വലിയ പ്രീച്ചിങ്ങിനെക്കാട്ടും ഒക്കെ നിൽക്കുന്നത്. അപ്പോഴാണ് ഇത് വീണ്ടും നമ്മുടെ ഒരു കഥ പറച്ചിലിനെക്കാട്ടുപരി സിനിമ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നു, നമ്മളുടെ ജീവിതത്തിനെ സ്പർശിക്കുന്നു. അതൊരു വലിയ അനുഭവമാണ്. ഈ അയർക്കുന്നത്തുകാരനായ ബാബു ഇന്ന് അയർലൻഡിൽ ഫാമിലിയോടൊത്ത് സുഖകരമായി ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരു കുടുംബത്തിൻ്റെ ജീവിതത്തിന് ഒരു സൗന്ദര്യം ഉണ്ടാക്കുവാനായിട്ട് ഈ സിനിമയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. അപ്പം സിനിമ വെറുതെ ചെയ്യുകയാണെങ്കിൽ എൻ്റെ കരിയറിൽ ഞാൻ 18 വർഷക്കാലം ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു സിനിമയിൽ. പിന്നീട് ഇപ്പോൾ എൻ്റെ 20ാമത്തെ വർഷമാണ്. എൻ്റെ ഫസ്റ്റ് ഫിലിം എന്ന് 2004 തുടങ്ങിയ കാഴ്ചയിൽ നിന്ന് ഈ 24 വരുമ്പം 20 വർഷമായി. ഞാൻ ആകെ ചെയ്യുന്നത് 8 സിനിമയാണ്. ആദ്യത്തെ എൻ്റെ 9 വർഷങ്ങളിൽ ഞാൻ 7 സിനിമ ചെയ്തു. അപ്പോൾ ഏകദേശം എല്ലാ വർഷവും ഒരു സിനിമയെങ്കിലും വെച്ച് ചെയ്ത് കഴിഞ്ഞ 11 വർഷമായിട്ട് ഈ ഒരു സിനിമയാണുള്ളത്. അപ്പം എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്യുന്നത് ഒരു വലിയൊരു കമ്മിറ്റ്മെൻറ്റ് സിനിമയോടുണ്ടാവണം, സൊസൈറ്റിയോടുണ്ടാവണം എന്നുള്ളത് ആദ്യ സിനിമയെ സമീപിക്കുമ്പം മുതൽ സബ്ജക്റ്റുകളെ സെലക്ട് ചെയ്യുന്നത് മുതൽ ഉണ്ടാകുന്നത്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് കഴിഞ്ഞ 11 വർഷമായിട്ട് ഞാൻ സിനിമ ചെയ്യാതിരുന്നിട്ടും എന്നെ ആരും മറന്നിട്ടില്ല. എൻ്റെ സിനിമകൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ടുള്ള ആരും എൻ്റെ പേര് മറന്നിട്ടില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പം അത് എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല, ആ സിനിമ അവരോട് സംസാരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. സാർ ഇന്നിപ്പോഴത്തെ പറഞ്ഞ പോലെ തന്നെ 18 വർഷം കഴിഞ്ഞിട്ടാണ് സാർ ഫസ്റ്റ് സിനിമ ഉണ്ടാക്കിയത്. അപ്പോൾ ആ സമയത്തുള്ള വിഷമങ്ങളും ആ സമയത്തുള്ള സാറിൻ്റെ ഓരോ ആലോചനകളൊക്കെ പറ്റിയൊക്കെ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് 18 കൊല്ലം എടുത്തിട്ട് സാറിന് ഫൈനൽ ആ ഒരു കാഴ്ച ഉണ്ടാക്കിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ആ ഒരു പേഷ്യൻസ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, എത്രയും വെയിറ്റ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ട് അങ്ങനത്തെ രീതിയിലൊരു തിങ്കിങ് ഉണ്ടായതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഇതുപോലെ തീർക്കാൻ പറ്റിയത്? എനിക്ക് ഈ 18 വർഷത്തിനെ കുറിച്ച് പറയുമ്പോഴാണ് ഈ 18 വർഷം എന്നുള്ളത് നമ്മൾ ഫീൽ ചെയ്യുന്നത്. കാരണം
ഞാൻ അതിന് ഉള്ളിൽ ചെയ്തിട്ടുള്ള സിനിമകൾ നോക്കുമ്പോൾ, ഞാൻ വർക്ക് ചെയ്ത ഡയറക്ടേഴ്സിനെ നോക്കുമ്പോൾ ഒക്കെ ഞാൻ അതിൻ്റെ ഓരോ അവരുടെ സിനിമ എന്ന് പറഞ്ഞാൽ എൻ്റെയുടെ സിനിമയാണ്. നമുക്ക് വാർക്കാൻ മന്ത്രിത്തോപ്പുകൾ മുതൽ തൂവാനത്തുമ്പി, നൊമ്പരത്തിപ്പൂവ്, ഇങ്ങനെ കന്മദം, ഇങ്ങനെ പറയുന്ന പോലെയുള്ള സിനിമകളുടെ സല്ലാപം, ബിയോണ്ട് ദി സോൾ, ഫോർ ദി പീപ്പിൾ, ജോണി വാക്കർ, ഇങ്ങനെ എല്ലാ ഡയറക്ടർ. അപ്പം ഇതെല്ലാം നമ്മളോട് ചേർന്നുള്ളൊരു വലിയൊരു ഇൻവോൾവ്മെൻറ്റിൽ ചെയ്യുമ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ അനുഭവങ്ങളിലൂടെ പോയതാണ്. എന്നെ ഉണ്ടാക്കുവാനായിട്ട്, എന്നെ രൂപപ്പെടുത്തുവാനായിട്ട് ഉള്ള പ്രക്രിയയിലായതുകൊണ്ട് ഈ 18 വർഷക്കാലം ഞാൻ ജീവിച്ചതെന്ന് തന്നെയാണ് തോന്നുന്നത്. എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടില്ല. അതേപോലെ തന്നെയാണ് ഈ കഴിഞ്ഞ 11 വർഷക്കാലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടുണ്ട്. എന്നുവെച്ചാൽ ഞാൻ പ്രണയം ചെയ്യുമ്പോഴും കളിമണ്ണ് ചെയ്യുമ്പോഴും ഒക്കെയും എൻ്റെ മനസ്സിൽ ഈ സിനിമയുണ്ട്. ഈ സിനിമയെ എങ്ങനെ വിഷ്വലൈസ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ തോട്ട് പ്രോസസ്സ് അന്നേ തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പം ഒരു കഴിഞ്ഞ 10-15 വർഷമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല ഒരു നിമിഷം പോലും നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് പെട്ടുപോയല്ലോ, ഒഴിവാക്കണമല്ലായിരുന്നല്ലോ എന്ന് തോന്നിയിട്ടില്ല. കാരണം ഞാനും എൻ്റെ ടീമും ഒക്കെ എല്ലാ ദിവസവും ഓഫീസിൽ നമ്മളിരിക്കുന്നത്, നമുക്ക് ഒരു സീൻ എന്നുവെച്ചാൽ ഒരുപാട് പ്രയാസമുള്ള കാര്യമാണ് ഷൂട്ട് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്നെപ്പോലെ തന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ അസോസിയേറ്റിനും മറ്റാൾക്കാർക്കൊക്കെ കാണാപ്പാടമാണ് ഈ സിനിമ. കാരണം അതുകൊണ്ട് തന്നെ എനിക്ക് കമ്മ്യൂണിക്കേഷൻ, കാരണം ഞാനിത് സിനിമയ്ക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അഭിനയിച്ച് കാണിക്കുന്നുണ്ട്, കമ്പോസ് ചെയ്യുന്നുണ്ട്, ആൾക്കാരെ വെച്ചിട്ട്. ഇതിൻ്റെ അകത്തൊക്കെ ഉള്ള ചില സീക്വൻസ് ഞാനത് പലതും എനിക്ക് പറയാം. ഞങ്ങൾ ഒരു ടെറസിന് മുകളിൽ ഇരുന്ന് മൃഗങ്ങളായിട്ട് ഓരോരുത്തരെ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. ഈ കൊറിയോഗ്രാഫിയാണ് ഞാൻ ചിലപ്പം ദിലീപ് സുബ്രായൻ ആക്ഷൻ കൊറിയോഗ്രാഫറിന് ഇങ്ങനെയാണ് ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ഇതിൻ്റെ പ്രോസസ്സ് ഭയങ്കരമായിട്ട് ഇപ്പോഴാലോചിക്കുമ്പോൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇതിനകത്ത് ഉള്ള ചില സീക്വൻസുകൾ അത് മൃഗങ്ങളാണ്, പക്ഷികളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ പക്ഷിയായിട്ട് നമ്മുടെ ആൾക്കാർ അസിസ്റ്റൻസ് നിന്ന് ബിഹേവ് ചെയ്തത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഷോട്ട് ഉണ്ടാവേണ്ടത്. അപ്പം ഇത്തരമായിട്ട് അങ്ങനെ ആ രീതിയിൽ നമ്മൾ പ്രോസസ്സ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഈ 11 വർഷം എന്നൊന്നും പറയുന്നത് ഞങ്ങൾക്ക് ഒരു സ്വപ്നം പോലെ അങ്ങ് പോവുകയാണ്. പറ്റി സാർ, രാജുവേട്ടൻ്റെ അടുത്ത് ഞാൻ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ രാജുവേട്ടൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നമുക്ക് ഇതുപോലത്തെ ഒരു ബുക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും ഉണ്ടാക്കി വരുമ്പോൾ ഒരു 10 സിനിമ അല്ലെങ്കിൽ ഒരു 10 എപ്പിസോഡായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന്. പക്ഷേ രാജുവേട്ടൻ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളത് വായിക്കുമ്പോൾ ഉണ്ടായ ആ ഒരു ഇമോഷൻ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കാമെന്ന്. ഒരു ചാപ്റ്റർ വായിച്ചോ അല്ലെങ്കിൽ ഒരു പോർഷൻ വായിച്ചോ, ആ സമയത്ത് നമുക്ക് തോന്നിയത് എന്താണെന്ന് സിനിമയിൽ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കായിരുന്നു. അതുപോലെ തന്നെ സാറിൻ്റെ എന്തായിരുന്നു അതിൻ്റെ ഒരു എഫക്റ്റ്? നമ്മൾ ആദ്യം വായിച്ചപ്പോൾ സാറ് മനസ്സിൽ കണ്ട സിനിമ ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ വേറൊരു പ്രോസസ്സാണോ അത്? ഈ ഒരു ചോദ്യം ആടുജീവിതം എന്ന നോവലും ആടുജീവിതം എന്ന സിനിമയും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചുള്ളൊരു ചോദ്യമാണ്. അല്ലെങ്കിൽ അപ്പം ഒരു കഥയിൽ നിന്ന് ഒരു തിരക്കഥയിലേക്കുള്ളൊരു മാറ്റം, ഇതൊരു പെട്ടെന്ന് ഏതെങ്കിലും വാക്കുകളിൽ തീർക്കാൻ പറ്റുന്നല്ല. എനിക്കിതിനെക്കുറിച്ചൊരു 3-4 മണിക്കൂർ സംസാരിക്കാം, എനിക്കൊരു ക്ലാസ് എടുക്കാൻ പറ്റും. ഞാൻ അനുഭവിച്ചത് കാരണം എനിക്കൊന്ന് ആഫ്റ്റർ ഫിലിം എനിക്ക് ഒരു പുതിയ ആൾക്കാർക്ക് വേണ്ടിയുള്ള അറിയാനായിട്ടെങ്കിലും പോലും അത് സംസാരിക്കണമെന്നുണ്ട്. കാരണം ഒരു കഥയിൽ നിന്ന് എന്തൊക്കെ നമുക്ക് സിനിമയിലേക്ക് എത്താം എന്ന് പറയുന്നത്, അത് ഒരു ഞാൻ എല്ലായിടത്തും പറയുന്നത്, ഒരു ആടുജീവിതം എന്ന പുസ്തകത്തിൻ്റെ ഒരു ഡോക്യുമെന്റേഷൻ അല്ല സിനിമ. അല്ല. കാരണം ഇതിനു മുമ്പ് ഞാൻ എൻ്റെ സ്വതന്ത്രമായ കഥകൾ ചെയ്ത് സിനിമ എഴുതുന്ന ഒരാളാണ്. അപ്പം എനിക്ക് ഏത് തരത്തിലാണ്, ഇപ്പം നേരത്തെ പലരും ചോദിക്കും ഇതൊരു ആർട്ട് ഫിലിമാണോ കൊമേഴ്സ്യൽ ഫിലിമാണോ? കാരണം ഒരാളുടെ ഏകാന്തതയെക്കുറിച്ചാണ് പുസ്തകത്തിൽ പറയുന്നത്. ഇത്ര വലിയൊരു ബിഗ് ബഡ്ജറ്റിൽ ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് ഏത് തരത്തിലാണ് അതിൻ്റെ ഒരു ജോണർ വെക്കുക എന്ന് പറയുന്നത് ആദ്യ ദിവസം പേന എടുക്കുമ്പോൾ തന്നെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം പലരുടെയും അതിശയിപ്പിക്കും, ഇത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരാളുടെ ജീവിതം എങ്ങനെ എത്ര മണിക്കൂർ പറയാൻ പറ്റും എന്നൊക്കെ പറയും. ഇതൊക്കെയാണ് ഒരു എഴുത്തുകാരൻ്റെ, ഒരു ഡയറക്ടറിൻ്റെ വെല്ലുവിളി എന്ന് പറയുന്നത്. ഒപ്പം തന്നെ നജീബ് ഒരു ഭാഷ അറിയാത്തൊരു സ്ഥലത്ത് ചെന്ന് പെടുമ്പോൾ
പുസ്തകത്തിൽ ഇതെല്ലാം കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് അവർ പറയുന്നത്. പക്ഷെങ്കിൽ സിനിമയിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. അറബി തന്നെ പറയണം എന്ന് പറഞ്ഞു. നമുക്ക് കൂടി വന്നാൽ ചെറിയ സബ് ടൈറ്റിലുകൾ കൊടുക്കാമെന്ന് മാത്രമേ അത് കൃത്യമാകണമെന്നില്ല. അപ്പം ഈ ഒരുപാട് ഒരു 43 ചാപ്റ്ററിലാണ് ഇതിൻ്റെ കഥ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നോവലിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഓരോ അധ്യായത്തിലും ഓരോ ഇമോഷൻസ് ആയിരിക്കും, ഓരോ കാലമായിരിക്കും, ഓരോ സ്ഥലമായിരിക്കും. അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി അടുത്ത അധ്യായത്തിൽ ഉണ്ടാവണമെന്നില്ല. വായിക്കുന്നതിനും അതിൻ്റെ ആവശ്യമില്ല. ഒരു അദ്ദേഹത്തിന് ഉണ്ടായ ഒരു ഏകാന്തതയെക്കുറിച്ചാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത സീനിൽ അയാൾക്ക് ആളുകളുമായിട്ടുള്ള എന്തെങ്കിലും സംസാരമോ മറ്റു കാര്യങ്ങളോ വേറെ ആയിരിക്കാം. ഓരോന്നിനും ഒരു കണ്ടിന്യൂറ്റി ഒന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലൊരു പ്രയാസവും ദുഃഖം വരുന്നു, വീടിനെ പിരിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ഒരാളെ നമ്മൾ കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ പെട്ടുപോയി എന്ന് പറയുന്നത് കാണിക്കുമ്പോൾ ഈ ഇമോഷൻ നമ്മളെ ത്രൂഔട്ട് നമ്മൾ പുറകെ കൊണ്ട് നടക്കും ഒരു പരിധിവരെ. അപ്പം ഇത്തരത്തിലുള്ള ഒരു ഇമോഷണൽ കണ്ടിന്യൂറ്റി പുസ്തക രചനയ്ക്ക് ആവശ്യമില്ല. കാരണം നമ്മൾ എഡിറ്റ് ചെയ്തിട്ടാണ് വായിക്കുന്നത്. അത് തന്നെയല്ല, വായന എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും എത്ര ഇത് പറഞ്ഞാലും ഒരു സിനിമ കാണുന്നതിൻ്റെ തൊട്ട് ഒരു കസേരയിൽ ഒറ്റ ഇരുപ്പിന് വായിച്ച് തീർക്കുന്നതല്ല. ഇതിന് പല ബ്രേക്കുകളുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൊമേഴ്സ്യൽസ് കയറി വരും അല്ലേ, ആഡ്സ് വരുന്നതിൻ്റെ തൊട്ട് ലൈഫിൽ പറയുന്നതിൻ്റെ തൊട്ട് നമ്മൾ ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ളവരായിട്ട് സംസാരിക്കും, ഫോൺ വരും. ഇതൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് മറ്റ് കൊമേഴ്സ്യൽസ് കയറി വരുന്ന ഒരു സംഭവത്തിൻ്റെ ഇടയ്ക്ക് വീണ്ടും നമ്മളിതിനെ അടുത്ത വായന വരുമ്പോഴാണ് ഇങ്ങനെയാണ് വായനയുടെ അനുഭവം. സിനിമ അങ്ങനെയല്ല. സിനിമ ഒരു ഇരിപ്പിലെ ഇൻ്റർവെൽ ഉണ്ടെങ്കിൽ ആ ഒരു ഇൻ്റർവെൽ മാക്സിമം അപ്പോൾ പോലും നമ്മൾ സിനിമയിൽ നിന്ന് പോകത്തില്ല. നമ്മളൊരു ചായ കുടിക്കാൻ പോയാലും ടോയ്ലറ്റിൽ പോയാലും സിനിമയിൽ നിന്ന് നമ്മൾ പോകത്തില്ല. അപ്പം ഈ ഒരു ഇമോഷണൽ കണ്ടിന്യൂറ്റി, ടൈം ആൻഡ് സ്പേസ് ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ട സിനിമയിലാണ്. അപ്പം ആ ടെക്നോളജിയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഈ സിനിമയാക്കുന്നത്, നോവലിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അത് വായനക്കാരൻ അല്ലെങ്കിൽ ആ സിനിമയെ പ്രതീക്ഷിക്കുന്നവർ മനസ്സിലാക്കുമ്പോൾ എൻ്റെ ജോലി എളുപ്പമാവും. പക്ഷെ എനിക്ക് സാർ ഇത്രയും ഫിലിംസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടും ഈ ആടുജീവിതം ഉണ്ടാക്കി കഴിഞ്ഞിട്ടും സാറ് പറഞ്ഞത് സാറിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് ആയിരുന്നു എന്നാണ്. മേക്കിങ്ങിനെക്കാട്ടും ബുദ്ധിമുട്ടായിരുന്നു സ്ക്രീൻ പ്ലേ റൈറ്റിംഗ്. മേക്കിങ്ങിന് ഒരു ഗ്രൂപ്പുണ്ട്, അതുണ്ട്. അപ്പം നമ്മളൊരു പുസ്തകത്തിൽ നിന്ന് നമ്മളൊരു സ്ക്രീൻ പ്ലേ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു തനിച്ചുള്ളൊരു യാത്രയാണ്. കാരണം പ്രത്യേകിച്ച് കുറേ അധികം കാര്യങ്ങൾ ഹേർഡിൽസ് ഉണ്ട്. കാരണം ഇതിനൊക്കെ കൃത്യമായ ആൾക്കാർ അറിയുന്നൊരു ഭാഷയും കഥയും ഉണ്ട്. അപ്പോൾ അതിനെ എത്രത്തോളം എനിക്ക് വ്യതിചലിക്കാൻ പറ്റുന്ന സ്വാതന്ത്ര്യക്കുറവുണ്ട്. അപ്പം ഭ്രമരം എന്ന് പറയുന്നൊരു സിനിമ ഞാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഇതിൻ്റെ മുന്നോട്ടുള്ള കഥയെ അറിയത്തില്ല. പകുതി എഴുതുമ്പോഴും എനിക്ക് കഥയും തന്നറിയത്തില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് തുടങ്ങിയത് ഒരു ചെറിയ നോട്ടിൽ നിന്ന്. എല്ലാ സിനിമയും അങ്ങനെ തന്നെ തുടങ്ങുന്നത്. ഒരു അപരിചിതൻ ഒരു വീട്ടിൽ വന്ന് കയറുന്നു, ആ വീട്ടിലുള്ളവരെല്ലാം നന്നായിട്ട് പരിചയമുണ്ട്, പക്ഷെ അയാളെ ആർക്കും അറിയത്തില്ല. അതാണ് സ്റ്റാർട്ടിങ്. അപ്പൊ അതിൽ നിന്ന് ഒരു 4-5 സീൻ എഴുതി കഴിയുന്ന മനസ്സിലുണ്ട്. എഴുതി തുടങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഗ്രോ ചെയ്യാണ്. എനിക്ക് പോലും ഞാൻ അതിശയിച്ചിട്ടുണ്ട്. ഇവരും കൊണ്ട് ഈ 3 പേരുമായിട്ട് യാത്ര ചെയ്തിട്ട് ലോറി കൊണ്ടുവന്ന് ചവിട്ടി ഒരു മുനമ്പിൽ കൊണ്ട് നിർത്തുമ്പം വെളിയിലിറങ്ങി കൈ കൊട്ടിച്ചിരിക്കും, കണ്ടഹാസിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഭ്രാന്താണ്, ഈ ശിവൻകുട്ടിക്ക് എന്തോ മാനസികമായ വിഭ്രാന്തിയുണ്ട്. പെട്ടെന്ന് ഞാൻ തിരിച്ചു നോക്കിയപ്പോൾ ശിവൻകുട്ടിയുടെ ബിഹേവിയർ എല്ലാം അബ്നോർമലാണ്. ഞാൻ എഴുതി വെച്ചിരിക്കുന്ന എന്നെ അതിശയിപ്പിക്കുക. എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയാണ് എഴുത്തിൻ്റെ ഒരു ട്രാൻസിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത്. നോക്കിയപ്പം അയാൾ പാതി നോട്ടമായിട്ട് കൂട്ടുകാരൻ്റെ അടുത്ത് പേര് ചോദിക്കുമ്പം കള്ളത്തരം പറയുന്നത് ജോസ് എന്ന് പറയുന്നുണ്ട്. പാതി നോട്ടവുമായി അയാളെ നോക്കി പറഞ്ഞു ജോസ്. അയാളുടെ ചെവിയിൽ വണ്ടുമൂളി എന്നാണ് ഞാൻ എഴുതിയത്. അപ്പം ഈ ഭ്രമരം എന്നുള്ള വാക്കിൻ്റെ മറ്റൊരു അർത്ഥം വണ്ടിൻ്റെ മൂളക്കം വന്ന. അന്ന് ഭ്രമരം എന്നുള്ള പേരില്ല. അപ്പം ഇത്തരം ഒരു എഴുത്തിൻ്റെ വലിയ അനുഭവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതിൽ നിന്ന് കുറെ കൂടെ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ് ഈ വേറൊരു പൂർണ്ണമായ കഥയെ നമ്മൾ എഴുതും. അപ്പം അത് എത്രത്തോളം നമ്മുടേതാക്കി മാറ്റാം, അല്ലെങ്കിൽ അതിൽ ബെന്യാമിൻ പറയാത്ത കുറേ കാര്യങ്ങളുണ്ട്, അതിനെ എങ്ങനെ നമുക്ക് കണ്ടെത്താം,
എന്നൊക്കെ പറയുന്ന ഒരു അന്വേഷണം ഉണ്ടല്ലോ. ഇപ്പം ബെദുവൻസിൻ്റെ ഒരു കൾച്ചറിനെ കുറിച്ച് അതിനകത്ത് പറഞ്ഞിട്ടില്ല. അപ്പം കുബൂസ് എന്ന് പറയുന്നത്, കുബൂസ് പാക്കറ്റിൽ ഇയാള് അർബാബ് കൊണ്ടുവരുമ്പം ആണ് ഈ കുബൂസ് ഇയൊക്കെ കൊടുക്കുന്നതും കഴിക്കുന്നത്. അപ്പം എൻ്റെ സിനിമയിലെ അർബാബ് എന്നുള്ള പേര് തന്നെ ഇല്ല, കഫീലാണ്. കാരണം ഞാൻ അന്വേഷിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രത്യേകിച്ച് ഉപയോഗിക്കുന്ന കഫീൽ എന്നാണ്. അർബാബ് ചില സ്ഥലങ്ങളിൽ മാത്രം ആണ്, കഫീലാണ്. അപ്പം അങ്ങനെയുള്ള ചെറുതും വലുതുമായ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾക്കറിയാം, ഈ ബെദ്വൻസ് ഈ റൊട്ടി, ഈ കുബൂസ് വലിയ ഇതിൽ ഉണ്ടാക്കി കനലിലിട്ട് ചുട്ട്, ഇതൊക്കെ നമ്മുടെ ഒരു റിസർച്ചിൻ്റെ ഭാഗമാണ്. അപ്പം എന്ന രീതിയിലാണ് അവരതിനെ, ആ മസറയ്ക്കൊരു ലൈഫൊക്കെ ഉണ്ട്, അല്ലാതൊരു വെറുതെ ഒരാൾ അവിടെ താമസിക്കുന്നതല്ല. അപ്പം ഇങ്ങനെയുള്ള ഡീറ്റെയിലിംഗ് എൻ്റേതായിട്ടുള്ള വഴികളിൽ, ദൃശ്യങ്ങളിലൂടെ ഉണ്ട്. ഒപ്പം തന്നെ സൈനുവും നജീബും എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആത്മാവാണ്. അയാൾ ഇത്രയും കാലം അവിടെ പിടിച്ചു നിൽക്കുവാനായിട്ടുള്ള മുഖ്യമായ കാരണമെന്ന് പറഞ്ഞാൽ ജീവിതത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഹോപ്പ് എന്ന് പറയുന്ന സോങ് ഒരു പ്രൊമോഷന് വേണ്ടി ഉണ്ടാക്കുന്നത്. ജീവിതത്തിനോടുള്ള ഒരു പ്രതീക്ഷയാണ്. അപ്പം ഞാൻ ആസ് എ ക്രിയേറ്റർ എൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ, അതുകൊണ്ട് സൈനുവിനെ കുറിച്ച് ഒരു പേജിൽ എഴുതി വെച്ച് ഒരു അധ്യായമാണ് ഉണ്ടെങ്കിൽ, എനിക്ക് ഭയങ്കരമായി ഇവരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു സൗന്ദര്യം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സിനിമയ്ക്കായിട്ട്. അപ്പം അല്ലെങ്കിൽ പിന്നെ ഞാനൊരു ക്രിയേറ്റർ ആകത്തില്ലല്ലോ. പിന്നെ അവൻ എഴുതി വെച്ചത് മാത്രം ചെയ്യുക എന്ന് പറയുന്നത് എൻ്റേതായിട്ടുള്ള അത് ആ ബുക്കായിട്ട് തന്നെ നിൽക്കും. സിനിമയായിട്ട് തന്നെ നിൽക്കണം എന്നുള്ളതാണ് ആഗ്രഹം. സാർ, ഇതിന് മുമ്പ് ഒരു ഇവന്റിൽ ബെന്യാമിൻ സാർ സംസാരിച്ചപ്പോൾ എനിക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല എന്താ സാർ ഉദ്ദേശിച്ചതെന്ന്. പക്ഷെ സാർ പറയണ്ടായിരുന്നു, സാർ ഒരു ഓൾമോസ്റ്റ് ഒരു ഡയറക്ടറി പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ, പൃഥ്വിരാജിൻ്റെ ഓരോ എക്സ്പ്രഷൻസിൻ്റെയും മാനറിസത്തിൻ്റെയും തിരിച്ചു പോയിട്ട് എല്ലാ സിനിമയും കണ്ട് ഓൾമോസ്റ്റ് ഒരു 100% പുതിയ പൃഥ്വിരാജിനെ ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കിയേക്കുന്നത്. അതെന്തുകൊണ്ടാണ് ചെയ്തത്? അതിൻ്റെ ഷൂട്ട് ചെയ്തപ്പോൾ എന്തായിരുന്നു അതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞു തരാമോ സാർ? അതെ, ഞാനൊരു ഓരോ ഡയറക്ടേഴ്സിനും ഈ ആർട്ടിസ്റ്റിലേക്ക് എത്തുമ്പോൾ, ഒരു സിനിമയിലേക്ക് എത്തുമ്പം അവരുടേതായിട്ടുള്ളൊരു രീതിയും ശൈലികളൊക്കെ കാണാം. ഞാനിത് പൃഥ്വിരാജിൽ നിന്ന് മാത്രം തുടങ്ങിയല്ല. ഞാൻ കാഴ്ച എന്ന സിനിമയിൽ മമ്മൂക്കായുമായിട്ട് ചെയ്യുമ്പോൾ പോലും മമ്മൂക്ക ഭയങ്കര സുന്ദരനായ ഒരു മനുഷ്യനാണ്. അപ്പോൾ എനിക്കൊരു സാധാരണ ഒരു കുട്ടനാട്ടുകാരനാക്കുക എന്ന് പറയുമ്പം മമ്മൂക്കായെ ഞാൻ ഫോട്ടോഷോപ്പിൽ താടി വെച്ച് നോക്കി, മുടി നീട്ടി നോക്കി, അങ്ങനെ പല രൂപങ്ങളിൽ നോക്കി. പിന്നെ താടി വെച്ച ഒരു ആളെ നോക്കിയപ്പോൾ അന്ന് എനിക്കൊന്ന് മഹാനഗരം എന്ന് പറഞ്ഞിട്ട് ടി.കെ. രാജീവ് കുമാറിൻ്റെ ഒരു സിനിമ, ആ സിനിമ എടുത്ത് കണ്ടു നോക്കി. അപ്പോൾ എനിക്ക് ഈ ഒട്ടിച്ചു വെച്ച താടി അക്കാലത്തൊക്കെ അങ്ങനെയാണ് വെച്ച് വരുമ്പം ഒരു ആർട്ടിസ്റ്റിൻ്റെ എന്നെ ഭയങ്കരമായിട്ട് ഡിസ്കംഫർട്ട് ആക്കുന്ന തരത്തിലുള്ള രീതിയിൽ എനിക്ക് ആ പെർഫോമൻസിനെയൊക്കെ ബാധിക്കുമെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ വന്നിട്ടാണ് ഞാൻ പിന്നെ ഇദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തിനെ എനിക്ക് ഉടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. പിന്നെന്ത് ചെയ്യും? അപ്പോൾ ഞാൻ എൻ്റെ ക്യാരക്ടറിലേക്ക് അത് കൊണ്ടുവന്നു. പോക്കറ്റിൽ ഒരു ചീപ്പ് കൊണ്ട് നടക്കുന്ന ഒരാള്, ശ്രദ്ധിച്ചോന്നറിയത്തില്ല, അത് ഞാനൊന്ന് ഡെലിബറേറ്റായിട്ട് എന്തോ പോക്കറ്റിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്ക് ചീപ്പ് ഉൾപ്പെടെയാണ് പൈസ ഒക്കെ എടുക്കുന്നത്. അപ്പം അങ്ങനെ ആൾക്കാരുണ്ട്, ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആണ് അവർ മുടിയെക്കുറിച്ച്. അപ്പം ഇദ്ദേഹം കുറച്ച് വൃത്തിയും സുന്ദരനുമാകുന്നതിൻ്റെ അകത്ത് ന്യായീകരണമായിട്ടുണ്ട്. പിന്നെ ഇയാൾ പണ്ട് സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ച് നടന്ന ഒരാളാണ് എന്ന് പറഞ്ഞ് എൻ്റെ കൂട്ട് അതിനെ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഭയങ്കര ആദ്യം കോൺഫിഡൻസ് ഉള്ള ഒരാളാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ഫിലിം മേക്കിംഗ് നന്നായിട്ടറിയാം, അതിൻ്റെ ടെക്നോളജി നന്നായിട്ടറിയാം. അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഭാഷയും എല്ലാം ഉണ്ട്. അപ്പം നല്ല ഒരു തികഞ്ഞ ഒരു കോൺഫിഡൻസ് ഉള്ള, അതുകൊണ്ട് തന്നെയാണ് അതൊക്കെ ആ അറിവുകളെയാണ് തൻ്റെ അടിയിൽ നിന്ന് പലരും വിളിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലപാടുകളുള്ള ഒരാളാണ്. അപ്പം നിലപാടുകൾ പറയുന്നത് ചിലർക്ക് നിഷേധമായിട്ട് തോന്നുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. വളരെ കഴിവുള്ളൊരു ചെറുപ്പക്കാരൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം പക്ഷെങ്കിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ഈയുടെ മുഖത്ത്, അയാളുടെ നോട്ടത്തിലും ഒക്കെ, പ്രത്യേകിച്ച് കണ്ണുകളിൽ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്, എനർജി ലെവൽ ഭയങ്കരമാണ്. അപ്പം എൻ്റെ വെരി ബിഗിനിങ്ങിൽ തന്നെ ഞാൻ
ഈ നജീബ് 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. നജീബ് ഈ പൊറോട്ടയും ബീഫും ഒക്കെ തിന്നുന്ന ആളാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ആളുടെ ഒരു പശ്ചാത്തലം ഞാൻ ഇങ്ങോട്ട് അയാളിലേക്ക് കൊണ്ടുവരാൻ. പിന്നെ നിങ്ങൾക്ക് ഇത്രയും സ്മാർട്ട്നെസ് വേണ്ട, ഇത്രയും എനർജി. നിങ്ങളിങ്ങനെ വർത്തമാനം ഇങ്ങനെ ഇയാളെ എന്തെങ്കിലും ഇയാൾ ഡെലിവറി ചെയ്യുമ്പോൾ കുറച്ച് ഇതായി കഴിഞ്ഞാൽ ഞാൻ ഇത്രയും വേണ്ട, ഇവിടെ പതുങ്ങി മതി പറയുന്ന രീതി അങ്ങനെ നമുക്ക്. ഒപ്പം തന്നെ കണ്ണുകൾ, ഈ കണ്ണുകൾ. അപ്പം കണ്ണുകളെ കുറിച്ച് ഇപ്പം ഈ പോസ്റ്റർ നോക്കി അറിയാം. ഈ പോസ്റ്ററിന്റെ കണ്ണുകളെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന പൃഥ്വിരാജിന്റെ കണ്ണല്ല, മനസ്സിലായില്ലേ? അപ്പം അതൊരു ഭയങ്കര ഒരു അപ്പം ഇത് ഇങ്ങനെ ഒരു സൂക്ഷ്മതയിൽ ഞങ്ങൾക്ക് വലിയൊരു കമ്മ്യൂണിക്കേഷൻ നടക്കാൻ സാധിച്ചത് കൊണ്ടാണ് ഇങ്ങനെ രീതിയിലേക്ക്. ഇപ്പൊ നോക്കിയാലും പൃഥ്വിരാജിന്റെ കണ്ണല്ലിത്. ആ കഥാപാത്രത്തിന്റെ ഒരു ഭയവും ആകാംക്ഷയും എല്ലാ വിഫലതകളും എല്ലാം പറയുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതാണ് ഞാൻ ആദ്യത്തെ എൻ്റെ പോസ്റ്ററായിട്ട് ഇടുന്നത്, നമ്മുടെ ഒഫീഷ്യലായിട്ട് ഇടുന്നത്. കാരണം അത്രയധികം ഡീറ്റെയിലിങ്. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കണം. ഡയറക്ടർ അല്ലെങ്കിൽ റൈറ്റർ പറയുന്നതിന് കൃത്യമായി ഇത് ഞാൻ എത്ര പറഞ്ഞാലും എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഒരു നടൻ അത് അയാളിലേക്ക് ആവഹിച്ചെടുക്കണം. അയാളുടെ ഒരു കഴിവുകളിലൂടെ, അയാളുടെ ചിന്തകളിലൂടെ. അയാൾ കാണുന്ന നജീബുണ്ട്, ആ നജീബിലേക്ക് എത്തുമ്പോഴാണ് അങ്ങനെ ഒരു പരകായ പ്രവേശം നടത്തുക എന്നത്. അത് സാധിച്ചിട്ടുണ്ട്. സാർ ഇപ്പം നേരത്തെ പറഞ്ഞ ഇതുപോലെ തന്നെ സാർ തന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ, ഈ പത്മനാഭൻ സാറിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അതിൽ ഓരോ മൂളലും ഉണ്ടാവും അല്ലേ? ഏതൊരു സിമ്പിൾ സീൻ, ഇത് കുട്ടികളെന്തോ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സീൻ വരെ എഴുതുമ്പോൾ ഭയങ്കര പോയറ്റിക് ആയിട്ടായിരിക്കും എഴുതുന്നത്. നമ്പരത്തി പോലെ അല്ലെ, ഭയങ്കര പോയറ്റിക് ആയിട്ടായിരിക്കും അത് തന്നെ എഴുതിയേക്കണേന്ന്. അങ്ങനത്തെ ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു ഇതിൽ. ഒരു സീൻ എഴുതിയ രീതിയിൽ തന്നെ വിഷ്വലി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലും ഒരു പോയട്രി ഉണ്ടാവും എന്നുള്ള രീതിയിൽ സാർ ട്രൈ ചെയ്തിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എൻ്റെ ഗുരുവാണ് പത്മനാഭൻ സാർ. അപ്പം ഞാനങ്ങനെ ഒരു റൈറ്റർ ആയിരുന്നില്ല. എനിക്ക് എഴുതാൻ സാധിച്ചത് ഒരു ഗുരുത്വം മാത്രമായിട്ടാണ് ഞാൻ കാണുന്ന ഒരാളാണ്. ഇപ്പോഴും പെട്ടെന്ന് എൻ്റെ അടുത്ത് നിന്ന് എഴുതാൻ പറഞ്ഞ് എനിക്ക് എഴുതാൻ പറ്റത്തില്ല. ഒരു കടലാസ് പേനയിൽ തന്നെ ഞാൻ നിസ്സഹായനായി നോക്കിയിരിക്കത്തുള്ളൂ. സാർ എനിക്കൊന്നും പറഞ്ഞിട്ട് സാറിന് ദൈവത്തിലുള്ള വിശ്വാസം വരെ കൂടിയത് സാർ അങ്ങനെ. തീർച്ചയായിട്ടും ഞാനൊരു റൈറ്ററാണെന്നുള്ള തോന്നൽ എനിക്ക് തോന്നിയപ്പോഴാണ്. കാരണം ഞാനല്ല ഇത് ചെയ്യുന്നതെന്ന് എനിക്കൊരു തോന്നലുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങളുടെ അടുത്തൊരു പേനയും പേപ്പറും തന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ആശംസ എഴുതി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബാലിശമായ ഒരു വരികളിലൂടെ പോകാൻ എനിക്ക് കഴിയത്തുള്ളൂ. പക്ഷേങ്കിൽ ഞാൻ തന്മാത്ര എഴുതുമ്പോഴും കാഴ്ച എഴുതുമ്പോഴൊക്കെ ഈവൻ ഭ്രമരം എഴുതുമ്പോഴും ഒക്കെ നമുക്കുള്ള അതിശയിപ്പിക്കും. പ്രണയം എഴുതുമ്പോൾ ഒക്കെ ഇതെനിക്ക് എഴുതാൻ കഴിഞ്ഞുള്ളൂ. അതുപോലെ ഈ സിനിമയിലുമുണ്ട്. അത് സിനിമയ്ക്ക് ആൾക്കാർ കണ്ടതിന് ശേഷം പറയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതൊരു ഞാൻ സാറിനെ അത്രയധികം മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സാർ എഴുതുന്ന ഒരു മുക്കലും മോളലും സാറിൻ്റെ സാഹിത്യം. ഇപ്പം തൂവാനത്തുമ്പി എന്ന് പറയുന്ന സിനിമ വളരെയധികം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ. അതിൻ്റെ അകത്ത് ചിരിയുടെ ചിരിയെക്കുറിച്ചിരിക്കുന്നത് ചിരിയുടെ നുര പൊന്തി എന്നായിരിക്കുന്നത്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ ഒരു കഥാപാത്രത്തിനെ സംബന്ധിച്ചിടത്തോളം നുര പൊന്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ബിയർ ഗ്ലാസ്സിലാണ് നുര ഇങ്ങനെ പത എന്ന് പറയുന്ന സാധനം. അപ്പം എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് ഇങ്ങനെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അങ്ങനല്ലേ നുര, അങ്ങനെയല്ലേ താഴെ നിന്നല്ല ഇങ്ങനെ ഫോം ചെയ്ത് വരുന്നത്. അത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് കവിഞ്ഞൊഴുകുന്ന പോലെ ഒരു സാധനം. അപ്പം ഇത് സാഹിത്യത്തിനെ ഒരാളുടെ എക്സ്പ്രഷനാക്കി മാറ്റുവാനായിട്ടുള്ള ഒരു ശ്രമം അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ അറിയാതെ. പിന്നെ എൻ്റെ ഒരു ഭാഗ്യം, പിന്നീട് ഞാൻ വർക്ക് ചെയ്ത ലോഹിദാസിൻ്റെ കൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുത്ത്, അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസൊക്കെ എനിക്ക് ഒരുപാട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് ഒരു സ്ക്രീൻ പ്ലേ എത്രത്തോളം വ്യത്യസ്തമായി സമീപിക്കണമെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സിനിമ ഉണ്ടാക്കി വരാൻ ഇത്രയും ഒരു 10 കൊല്ലം അല്ലെങ്കിൽ 15 കൊല്ലം അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് അതിനു വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുമ്പോൾ ആ സിനിമയുടെ ഒരു ഡ്രീം എന്നുള്ള രീതിയിൽ അത് എപ്പോഴും ഒരു സന്തോഷത്തിന്റെ കാര്യങ്ങൾ മാത്രമായിരിക്കും, അല്ലെങ്കിൽ അത്രയും തന്നെ ആ സിനിമ സാറിനെ ചാലഞ്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത്രയും വിഷമങ്ങൾ തരുന്ന ഒരു പ്രോസസ്സായിരിക്കും ഇത്രയും ഒരു ലോങ് പീരീഡ്? ഇത് സിനിമയെക്കുറിച്ച് ആലോചിച്ച് സമയം പോയതല്ല.
ഈ സിനിമയെ വിഷ്വലൈസ് ചെയ്യാനായിട്ടുള്ള പ്രതിസന്ധികളാണ്. അതാണ് ഈ സമയം നഷ്ടപ്പെടുത്തിയത്. അതെല്ലാം നമുക്കൊരു 2 വർഷത്തിനുള്ളിൽ തീർക്കാവുന്ന ഒരു സിനിമ, സ്റ്റാർട്ട് ടു ഫിനിഷ് അല്ലേ? അതായത് 2018 ഈ സിനിമ നമ്മൾ തുടങ്ങുമ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഡെസേർട്ട് എന്ന് പറയുന്നത് നമുക്കൊരു രാജസ്ഥാനിൽ പോയി ഷൂട്ട് ചെയ്യാമായിരുന്നു. പല സ്ഥലങ്ങളിൽ ലൊക്കേഷനിലൂടെ സഞ്ചരിച്ചിട്ട് നമുക്ക് ലൊക്കേഷൻ സെറ്റാകാതിരിക്കുന്നു. അതിന് പല പല കാരണങ്ങളാണ്. അപ്പം അങ്ങനെയാണ് അവസാനം നമ്മൾ ജോർദാനിലെത്തുന്നത്. നമ്മൾ രാജസ്ഥാനിൽ ഷൂട്ട് ചെയ്യാനായിട്ട് അവിടെ സെറ്റ് ഇടാനായിട്ടും ഒക്കെ കുറേ ഇൻവെസ്റ്റ് ചെയ്ത. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടുത്തെ ആടുകളും നമ്മുടെ ആടുകളും ഇതും തമ്മിൽ വേറെ ആണെന്ന് മനസ്സിലാകുന്നത്. അതിനുവേണ്ടി ഞാൻ ദുബൈയിൽ നിന്ന് ഒരു 10-100 ആടിനെ ഇങ്ങോട്ട് ഇറക്കുന്നതിനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴാണ് അത് വലിയൊരു പ്രോസസ്സാണ്. 2-3 മാസം കൊണ്ട് ഇത് ജീവനോടെ ഒരു പനി പോലും വരാതിഞ്ഞ് വന്നാൽ മാത്രമേ അതിൻ്റെ ക്വാറന്റൈൻ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പം അങ്ങനെയാണ് ആ ശ്രമം ഉപേക്ഷിച്ചത്. പിന്നീട് കൃത്യമായ ലൊക്കേഷനിലേക്ക് എത്തുന്നത് 2019 2019 കഴിഞ്ഞിട്ടും അതിൻ്റെ ഡെസേർട്ടിനെ സംബന്ധിച്ചിടത്തോളം ചില ക്ലൈമറ്റ് മാത്രമേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. തണുപ്പ് നമുക്ക് കുറച്ച് ഒക്കെ സഹിക്കാൻ പറ്റും. പക്ഷേ ചൂട് ഒരു മെയ് ജൂൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് മാറും. അപ്പം അത് ആൾക്കാർ തളർന്ന് വീഴുകയൊക്കെ ചെയ്യും. അപ്പം ഇതൊക്കെ നമുക്ക് ഒരു ലൊക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാക്ടറാണ്. അപ്പം 2019 ബാക്കി സെക്കൻഡ് ഷെഡ്യൂൾ നമുക്ക് അല്ല തേർഡ് ഷെഡ്യൂൾ തുടങ്ങാൻ പറ്റാത്ത വന്നപ്പോൾ വീണ്ടും അടുത്തൊരു വർഷത്തേക്ക് കാത്തിരിക്കേണ്ടി വരും. ശരിയാണ്. അപ്പം അങ്ങനെ ആണ് 2020 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വീണ്ടും 2020 സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് കോവിഡ് നമ്മൾ പെടുന്നത്. കോവിഡിൻ്റെ ഒരു ഇതിൽ നമ്മൾ പെടുകയും സ്റ്റക്കായി 2-3 മാസം അങ്ങനെ പിന്നീട് രക്ഷപ്പെട്ട് തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ 2021 എല്ലാം ലോകം മുഴുവൻ ഇൻ്റർനാഷണൽ യാത്രകളും എല്ലാം ബാൻ ചെയ്തിരിക്കുന്ന സമയത്ത് കോവിഡിൻ്റെ വാക്സിനേഷൻ കിട്ടണം, അതിന് പ്രയോറിറ്റി. അപ്പം അതിനുവേണ്ടിയൊക്കെ നമ്മൾ ഒരുപാട് ശ്രമിച്ചു. അപ്പം ഇതിനകത്ത് പറഞ്ഞ എവരി ബ്രത്ത് ഈസ് എ ബാറ്റിൽ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നമുക്ക് യുദ്ധമായിരുന്നു. കാരണം സിനിമയെക്കുറിച്ച് ആൾക്കാർ വിചാരിക്കും ഇത്രയും കാലം ഇതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് എന്ത് സിനിമയാണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ഇത്രയും കാലം എടുത്തത് നമ്മളുടെ പ്രതിസന്ധികൾ തന്നെയാണ്. അത് ഒരു സുഗമമല്ലാത്ത പ്രതിസന്ധികളിലൂടെ സിനിമ സഞ്ചരിക്കേണ്ടി വന്നു. അപ്പോഴും നമ്മൾ അതിനുവേണ്ടി തന്നെ പിടിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പം 2021 ആർക്കും എവിടെയും പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. 2022 പിന്നീട് അതിനുള്ള അവസരം ഉണ്ടാകുന്നതും നമ്മൾ അൾജീരിയ ജോർദാൻ പറഞ്ഞുകൊണ്ട് ഷൂട്ട് ചെയ്ത് മാറുന്നത്. പിന്നീട് ഏതാണ്ട് 1 വർഷക്കാലമോളം നമ്മളിതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളായിരുന്നു. അപ്പം ഈ കഴിഞ്ഞ കാലങ്ങളത്രയും ഇതിൻ്റെ ഒരു മൊമെൻറ്റുകൾ പോലും അല്ലെങ്കിൽ നമുക്ക് പ്രതിസന്ധികളിലല്ലാതെ പോയിട്ടില്ല. കാരണം സ്ട്രഗിൾ തന്നെയായിരുന്നു, സർവൈവലായിരുന്നു സാറിന്. പക്ഷേ ഈ സാറിൻ്റെ ഫിലിംസൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ തിരിച്ച് കാണുമ്പോൾ തന്നെ ഒരു പേടിയാണ് തിരിച്ച് ഒന്നും കൂടെ തന്മാത്ര കാണാനോ കാഴ്ച കാണാനോ. കാരണം നമുക്കത് അത്രയും നമ്മൾ എഫക്റ്റ് ചെയ്യുന്നുള്ള രീതിയിൽ സാറിന് ഇത്രയും മാസങ്ങൾ ഇത്രയും കൊല്ലങ്ങൾ ഇങ്ങനത്തെ സബ്ജക്ട്സിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രാജഡീസ് എഴുതുമ്പോഴൊക്കെ സാറിൻ്റെ ഒരു ഇമോഷണൽ എഫക്റ്റ് എന്താണ് ഈ ഫിലിംസൊക്കെ? സാറിനത് അത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ടാവില്ലേ? നമുക്ക് ഞാൻ എഴുതുന്ന ഘട്ടങ്ങളിൽ നമ്മൾ ഇമോഷണായിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ ഞാൻ ഓർക്കുന്ന തന്മാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ചില സീനുകളിൽ നമ്മൾ തന്നെ കരച്ചെന്ന് വെച്ചാൽ നമ്മൾ അതായി മാറുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭവം ഉണ്ടാകുന്ന വെച്ചാൽ മനു എന്ന ആ മകൻ തൻ്റെ അച്ഛനോട് തനിക്ക് IAS കിട്ടിയെന്ന് പറയുമ്പോൾ അച്ഛൻ്റെ മനസ്സിൽ നീ ആരാന്ന് ചോദിക്കുന്നൊരവസ്ഥയുണ്ട്. സ്വന്തം അച്ഛൻ മകനോട് നീ ആരാ, സാർ ആരാ എന്ന് ചോദിക്കും. അതൊരു ഭയങ്കര ഒരു തകരുന്ന അവസ്ഥ. അതൊക്കെ ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞല്ല ഞാനും എഴുതിയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് അനുഭവം ഉണ്ടാകുക. പിന്നെ പലപ്പോഴും ഞാൻ അത് തന്നെ നമ്മുടെ ജീവിതത്തിലായിരിക്കണമെന്നല്ല. കാരണം എൻ്റെ എല്ലാ സിനിമകളിലും അച്ഛൻ മകൻ ഉള്ള ബന്ധമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിച്ചിട്ടുള്ള എൻ്റെ അമ്മയാണ്.
പക്ഷെ അതല്ല. പക്ഷെ അമ്മ എനിക്ക് 16 വയസ്സ് വരെ ഉണ്ടായിരുന്നു, അച്ഛൻ എനിക്ക് ഉണ്ടായില്ല ചെറിയ പ്രായത്തിൽ പോലെ. അപ്പോൾ അച്ഛൻ്റെ ഓർമ്മയിലാണ് ഞാൻ ജീവിക്കുന്നത്, അതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നതിലോട്ട്. പക്ഷെ ഇമോഷണലി ഞാൻ ഒരുപാട് എല്ലാത്തോടും, അതിനെനിക്ക് സിനിമ തന്നെ ആവണമെന്നില്ല, മറ്റ് ചില വേദനകൾ കണ്ടാൽ പോലും ഞാൻ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ സാർ എങ്ങനെ, ഇപ്പോൾ ഞാൻ സാറിനോട് സംസാരിക്കുമ്പോൾ തന്നെ സാർ ഇത്ര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യൻ സെറ്റിൽ എങ്ങനെയാണ് ഒരു ഫുൾ ട്രാൻസ്ഫോർമേഷൻ ആണോ? അപ്പോൾ എനിക്ക് കഴിഞ്ഞ കുറച്ച് നാളായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ അസോസിയേറ്റ് പറയുന്നത് ഞാൻ അന്യനാണെന്ന് പറഞ്ഞത്. സാറിനെ തന്നെ സർപ്രൈസ് ചെയ്യാറുണ്ടോ സാറിന്റെ? എനിക്ക് അത് എനിക്കറിയാം. ഞാൻ എൻ്റെ പവറിനെ കുറിച്ച് എനിക്കറിയാം. ഞാൻ സൈലൻ്റ് ആണ്, പക്ഷെ എനിക്ക് അത്ര വലിയ ഒരു ഇതിനെ, ഞാൻ എൻ്റെ കമാൻഡിങ്ങിനെ കുറിച്ച് എനിക്കറിയാം. അപ്പം തന്നെ എനിക്ക് യുദ്ധമാണ് സിനിമ, ബാറ്റിലാണ്. അപ്പം അതിൽ ഞാൻ ഇപ്പോഴും, ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ, ഇന്നലെ വെളുപ്പിനെ 2:30 മണി വരെ ഞാൻ ബോംബെയിലെ സ്റ്റുഡിയോയിൽ എൻ്റെ പ്രിൻ്റ് ചെക്ക് ചെയ്തിട്ടാണ്. അപ്പം അതാണ് എനിക്ക്, സിനിമയാണ് എനിക്ക് മുഴുവൻ. അത് എൻജോയ് ചെയ്യുവാണോന്നൊന്നും എനിക്കറിയത്തില്ല, അതല്ലാതെ എനിക്ക് അറിയത്തില്ല. സാർ, എൻ്റെ അവസാനത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് പത്മനാഭൻ സാറായിട്ടുള്ള സാറിൻ്റെ ലാസ്റ്റ് ഇൻട്രാക്ഷനിൽ സാറ് പറഞ്ഞ, പത്മനാഭൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞ ഒരു ഡയലോഗ് അല്ലേ, കാലം തെളിയിക്കട്ടെ എന്ന്. അത് ഇപ്പോൾ സാർ ഒരു 1000 പ്രാവശ്യം അല്ല ഒരു 10,000 പ്രാവശ്യം അതിൻ്റെ മീനിങ്ങും എന്തായിരിക്കും സാർ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് ആലോചിച്ചിട്ടുണ്ടാവില്ലേ? പക്ഷേ ഈ ഒരു സ്റ്റേജിൽ സാർ വന്ന് നിൽക്കുമ്പോൾ സാറിന് തോന്നില്ലേ നല്ലതായിരിക്കില്ലേ എന്ന ആ ഒരു ഇൻറ്റൻഷൻ? തീർച്ചയായിട്ടും. എനിക്കെൻ്റെ ഗുരുത്വത്തിൽ ഞാൻ ഏറ്റവും വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ എത്ര കൊല്ലം ഞാൻ വർക്ക് ചെയ്തിട്ട് പോലും, ഞാൻ 4-5 ദിവസത്തിന് മുമ്പ് എൻ്റെ ലാസ്റ്റ് കോപ്പി കാണുമ്പോൾ എനിക്ക് ഒരു തിരുത്തുണ്ടായി, വളരെ ആരും ശ്രദ്ധിക്കപ്പെടാത്തൊരു തിരുത്തുണ്ടായി. അത് ഞാൻ വന്ന് കാണുമ്പോൾ അത് വളരെ പ്രയാസപ്പെട്ട് ഞാനത് കറക്റ്റ് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിമിഷം ഞാനത് കാണുകയോ എനിക്ക് മനസ്സിലേക്ക് അത് എത്തുകയും ഉണ്ടായിരുന്നല്ലെങ്കിൽ ഞാനത് തെറ്റിലേക്ക് വരും. അപ്പം ഞാൻ എൻ്റെ അസോസിയേറ്റിനടുത്ത്, ഇതാണ് ഗുരുത്വം, ഇത് പ്രിൻ്റായി മാറും, പക്ഷെ അതെനിക്ക് കറക്റ്റ് ചെയ്യാൻ എഡിറ്റ് ചെയ്തു, മ്യൂസിക് ചെയ്തു, മിക്സ് ചെയ്തു, എല്ലാം ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഞാനൊരു VFXൽ വർക്ക് ചെയ്തൊരു ആഡ് ചെയ്തു. അപ്പം ഞാൻ വിശ്വസിക്കുന്ന അതാണ് എൻ്റെ ഈശ്വരനും. താങ്ക് യു സോ മച്ച് സാർ. ഇനി കാണാൻ വേണ്ടി എത്ര കൊല്ലമായി വെയിറ്റ് ചെയ്തെന്ന് അറിയില്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട്. താങ്ക് യു. താങ്ക് യു സോ മച്ച്.